ഹായ് എവ്രി വൺ. ഈ സെഷനിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എച്ചിങ്? എച്ചിങ് പ്രോസസ്സിലേക്ക് ഉപയോഗിക്കാത്തത് ഈ പറയുന്നവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഫെറിക് ക്ലോറൈഡ്, കുപ്രിക് ക്ലോറൈഡ്, ആൽക്കലിൻ അമോണിയ, കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ ആദ്യം നമുക്ക് എച്ചിങ് എന്താണ്, എച്ചിങ് പ്രോസസ്സിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സോൾവെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് ഓരോന്നിലേക്കും വരാം. എച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ മോർഡൻ ഉപയോഗിച്ച് നമ്മൾ ഒരു മെറ്റൽ സർഫസിൻ്റെ അൺപ്രൊട്ടക്റ്റഡ് പാർട്സിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, മെറ്റലിലെ നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ പ്രോസസ്സിനെയാണ് എച്ചിങ് എന്ന് പറയുന്നത്. എച്ചിങ്ങിന് നമ്മൾ കോമൺലി രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആസിഡിക് മെത്തേഡും ആൽക്കലിൻ എച്ചിങ്ങും. ആസിഡിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സോൾവെൻറ്റ്സ് ഫെറിക് ക്ലോറൈഡ്, കുപ്രിക് ക്ലോറൈഡ്, പിന്നെ ഈ പറയുന്ന ആസിഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. ആൽക്കലിൻ എച്ചിങ്ങിൽ യൂഷ്വലി നമ്മൾ കുപ്രിക് ക്ലോറൈഡ് അലോങ് വിത്ത് കോപ്പർ കോംപ്ലക്സ് വിത്ത് അമോണിയ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ആൽക്കലിൻ അമോണിയ നമ്മൾ ആൽക്കലിൻ എച്ചിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്നു. സോ എച്ചിങ് പ്രോസസ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫെറിക് ക്ലോറൈഡ്, കുപ്രിക് ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് അമോണിയ ആൽക്കലിൻ. അപ്പോൾ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എച്ചിങ് ആണ്. എച്ചിങ്ങിലേക്ക് ഉപയോഗിക്കാത്തത് ഈ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഫെറിക് ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, കുപ്രിക് ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കലിൻ അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡ് എച്ചിങ് പ്രോസസ്സിലേക്കല്ല യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, an AC or DC electric motor can be used to automatically. ഒരു AC അല്ലെങ്കിൽ DC മോട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാനാണോ? റിലീസ് ദ സ്പ്രിങ്, ഡിസ്ചാർജ് ദ സ്പ്രിങ്, ടു ലോഡ് ദ സർക്യൂട്ട് ബ്രേക്കർ. ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ സ്പ്രിങ് ചാർജിങ് മെക്കാനിസം ഉണ്ട്. സോ സ്പ്രിങ് ചാർജിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കാരണം അല്ലെങ്കിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പ്രിങ് ചാർജിങ് മെക്കാനിസം എന്ന് പറയുന്നത്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് അതിലേക്കൊരു മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. സോ സ്പ്രിങ് ചാർജിങ് മെക്കാനിസം എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു റോട്ടർ അവിടെ റൊട്ടേറ്റ് ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? AC ഓർ DC ഇലക്ട്രിക് മോട്ടർ ഓട്ടോമാറ്റിക് എന്തിനാ യൂസ് ചെയ്യുന്നത്? അപ്പോൾ സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാനാണ് നമ്മൾ സ്പ്രിങ് ചാർജിങ് മെക്കാനിസം ഉപയോഗിച്ച് സ്പ്രിങ്ങിനെ ചാർജ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, എയർ പൊല്യൂഷൻ ഈസ് ലീസ്റ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് എനർജി കൺവേർട്ടർ. ഈ പറയപ്പെടുന്ന കൺവേർട്ടേഴ്സിൽ ഏത് കൺവേർട്ടറിനാണ് എയർ പൊല്യൂഷൻ ലീസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ്: ബയോഗ്യാസ് എനർജി കൺവേർട്ടേഴ്സ്, ഡീസൽ ജനറേറ്റിംഗ് സെറ്റ്സ്, സോളാർ എനർജി കൺവേർട്ടർ, സോളാർ സെൽ എനർജി കൺവേർട്ടർ, തെർമൽ ഇലക്ട്രിക് ജനറേറ്റിംഗ് സ്റ്റേഷൻ. സോ ബയോഗ്യാസ് കൺവേർട്ടേഴ്സിൽ നമ്മൾ ബേസിക്കലി ബയോഗ്യാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ ഉറപ്പായിട്ടും ബയോഗ്യാസ് കൺവേർട്ടേഴ്സിൽ ഉണ്ട്. ഡീസൽ ജനറേറ്റിംഗ് സെറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഡീസലാണ്. അപ്പോൾ ഡീസൽ ബേൺ ചെയ്യുമ്പോഴും എയർ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓപ്ഷൻ ബിയും അല്ല. ഇനി സോളാർ സെൽ എനർജി കൺവേർട്ടർ. അപ്പം സോളാർ സെല്ലിൽ നമുക്ക് സോളാർ സെല്ല് അത്രയ്ക്ക് എയർ പൊല്യൂട്ടൻറ്റ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ സോളാർ സെൽ എനർജി കൺവേർട്ടറാണ് ആൻസർ. അതിനു മുൻപ് നമുക്ക് ലാസ്റ്റ് വൺ കൂടെ നോക്കാം. തെർമൽ ഇലക്ട്രിക് ജനറേറ്റിംഗ് സ്റ്റേഷൻ. തെർമൽ ഇലക്ട്രിക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് കോളാണ്. കോള് ബേൺ ചെയ്യുമ്പോഴും അത്യാവശ്യം എയർ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോള് ബേൺ ചെയ്യുമ്പോഴത്തേക്കും പൊല്യൂട്ടൻസ് ഒത്തിരി റിലീസ് ചെയ്യും. സോ ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, if a contactor is in open position, armature is at its greater distance from the core and the impedance of the coil is.
നമ്മളൊരു കോണ്ടാക്ടർ യൂസ് ചെയ്യുകയാണ്. കോണ്ടാക്ടർ നമുക്കറിയാം, കോണ്ടാക്ടർ ജനറലി ഓപ്പൺ പൊസിഷനിലായിരിക്കും. അതുമാത്രമല്ല ആർമേച്ചർ കോറിൽ നിന്നൊരു ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നുവെങ്കിൽ കോയിലിൻ്റെ ഇമ്പിഡൻസ് എന്തായിരിക്കും? 0, ലോ, ഹൈ, ഓഫ് ദ നോർമൽ വാല്യൂ. സോ ആർമേച്ചർ കോറിൽ നിന്ന് ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർമേച്ചറും കോറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കോയിലിൻ്റെ ഇമ്പിഡൻസ് എപ്പോഴും കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർമേച്ചറിനും കോറിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കോയിലിൻ്റെ ഇമ്പിഡൻസ് എപ്പോഴും അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ കോയിലിൻ്റെ ഇമ്പിഡൻസ് കൂടുതലായിരിക്കും. സോ ഇനി കോണ്ടാക്ടർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോണ്ടാക്ടർ എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് ഡിവൈസാണ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമാണ് കോണ്ടാക്ടർ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഏത് ആപ്ലിക്കേഷൻസിലാണ് കോണ്ടാക്ടർ യൂസ് ചെയ്യുന്നത്? ഹൈ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലായിരിക്കും കോണ്ടാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലാണ്, ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ കോണ്ടാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. റിലേ ആണെങ്കിലോ ലോ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ലോഡ്സിലായിരിക്കും നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്. സോ കോണ്ടാക്ടേഴ്സ് നോർമലി ഓപ്പൺ ആയിരിക്കും. അതുമാത്രമല്ല, കോണ്ടാക്ടർ കോയിൽ പവർ ചെയ്യുമ്പോഴത്തേക്കും ലോഡിന് ആവശ്യമായിട്ടുള്ള ഓപ്പറേറ്റിംഗ് പവർ പ്രൊവൈഡ് ചെയ്യും. കോണ്ടാക്ടർ വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചറിനെ കോയിലിലോട്ട് പുൾ ചെയ്യുന്നു. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ആർമേച്ചറിനെ കോയിലിനടുത്തേക്ക് പുൾ ചെയ്യുന്നു. അത് കാരണമാണ് ഇലക്ട്രിക് ആർക്ക് ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഒരു കോണ്ടാക്റ്റിൽ നിന്ന് ഡിവൈസിലോട്ട്, ആ ഡിവൈസിലായിരിക്കും കോണ്ടാക്ടർ ഉണ്ടായിരിക്കുന്നത്. സോ കോണ്ടാക്ടർ ഉള്ള ഡിവൈസിലോട്ട്, ഒരു കോണ്ടാക്റ്റിൽ നിന്ന് കോണ്ടാക്ടർ ഉള്ള ഡിവൈസിലോട്ടായിരിക്കും ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ആർമേച്ചറും കോറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എപ്പോഴും കോയിലിൻ്റെ ഇമ്പിഡൻസ് കൂടുതലായിരിക്കും. അത് കാരണം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, സ്വീപ്പ് ഓഫ് എ സീലിംഗ് ഫാൻ റിഫേഴ്സ് ടു. സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. റേഡിയസ് ഓഫ് സർക്കിൾ ഫോം ബൈ ഇറ്റ്സ് റൊട്ടേഷൻ, ഡബിൾ ദ ലെങ്ത് ഓഫ് ദി ബ്ലേഡ്, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദി മോട്ടർ ടു ടിപ്പ് ഓഫ് ദ ബ്ലേഡ്, ഡബിൾ ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് ദി മോട്ടർ ടു ടിപ്പ് ഓഫ് ദ ബ്ലേഡ്. നമുക്കാദ്യം സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്താണെന്ന് നോക്കാം. സോ യൂഷ്വലി സീലിംഗ് ഫാനിൻ്റെ ആ സ്വീപ്പ് മെഷർ ചെയ്യുന്നത് ബ്ലേഡ് സ്പാനിൻ്റെ ആ ഫുൾ സൈസ് വെച്ചിട്ടാണ്. അതിന് ബ്ലേഡ് സ്വീപ്പ് എന്നും പറയും. സോ നമ്മൾ ഫാനിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണ്? ആ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് നമ്മൾ കാണുന്നത്. സോ ഫാനിൻ്റെ ബ്ലേഡ് സ്പാൻ അല്ലെങ്കിൽ ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറയുന്നത് എവിടെ മുതൽ ഏതുവരെയാണ്? ഇറ്റ് റീച്ചസ് ഫ്രം tip of one fan blade to the tip of the blade directly across. ഓക്കെ, അപ്പോൾ ബ്ലേഡിൻ്റെ ടിപ്പിൽ നിന്നും, ഒരു ഫാൻ ബ്ലേഡിൻ്റെ ടിപ്പിൽ നിന്നും അടുത്ത ബ്ലേഡ്, അതായത് ഡയറക്റ്റ്ലി അക്രോസ് ആയിട്ടുള്ള ബ്ലേഡിൻ്റെ ടിപ്പ് വരെയാണ് ഫാനിൻ്റെ ബ്ലേഡ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ സെൻറ്റർ മുതൽ ടിപ്പ് വരെ ഡബിൾ ദ ഡിസ്റ്റൻസ് ആയിരിക്കും. സെൻറ്റർ ഓഫ് ദി മോട്ടർ മുതൽ ടിപ്പ് ഓഫ് ദ ബ്ലേഡ് വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ ഡബിൾ ആയിരിക്കും സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ ആക്സസറീസ് in electrical accessories the use of silver is it. ഇലക്ട്രിക്കൽ ആക്സസറീസിൽ സിൽവർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോണ്ടാക്ട് പോയിൻറ്റ്സ്, സ്വിച്ച് ടെർമിനൽ, ലാമ്പ് ടെർമിനൽ, വയർ. സോ കോണ്ടാക്ട് പോയിൻറ്റ്സിലായിരിക്കും സിൽവർ കൂടുതലായിട്ട് അല്ലെങ്കിൽ സിൽവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോണ്ടാക്ട് പോയിൻറ്റ്സിൽ എന്തുകൊണ്ടാണ് സിൽവർ യൂസ് ചെയ്യാൻ കാരണം? സിൽവറിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവർ ഈസ് ഹാവിങ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. സിൽവർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ സിൽവറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈ ആണ്. അതുമാത്രമല്ല ആർക്ക് റെസിസ്റ്റൻറ്റുമാണ്. സോ കോണ്ടാക്ട് പോയിൻറ്റ്സിലായിരിക്കും ഇലക്ട്രിക്കൽ ആക്സസറീസിൽ നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നത്. സോ സിൽവറിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, ആർക്ക് റെസിസ്റ്റൻറ്റുമാണ്. അതായത് ആർക്ക് റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ഇൻഹിബിറ്റ് ദ ടെൻഡൻസി ഓഫ് ഇലക്ട്രിസിറ്റി ടു ആർക്ക് ബിറ്റ്വീൻ
ഓപ്പൺ കോണ്ടാക്ട്സ് ആൻഡ് ക്രോസ് വയേഴ്സ്. അതായത് ഓപ്പൺ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി അത് എന്താ പറയുക, ഓപ്പൺ കോണ്ടാക്ട്സിനിടയ്ക്ക് ഇലക്ട്രിസിറ്റി ആർക്ക് സംഭവിക്കുന്നതിന് അത് പ്രിവെൻറ്റ് ചെയ്യും. അത് കാരണം ഫയർ ഒക്കർ ചെയ്യുന്നതും പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ഇതിനുള്ളൊരു ഇതിന് ഡ്രോബാക്സ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ്, സിൽവർ വളരെ എക്സ്പെൻസീവ് ആണ്. അതുമാത്രമല്ല ബെൻഡ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടുമാണ്. സോ കോണ്ടാക്ട് പോയിൻറ്റ്സിലായിരിക്കും നമ്മൾ സിൽവർ ഇലക്ട്രിക്കൽ ആക്സസറീസിൽ സിൽവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ഇസ്. ഈ പറയുന്നതിൽ ഏതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? എ മില്ലി അമ്മീറ്റർ, ബി മൈക്രോ അമ്മീറ്റർ, സി ഗാൽവനോമീറ്റർ, ഡി ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. അപ്പം ഏതാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം. സോ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സും. സോ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് ലാബിലൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ്. എന്തുകൊണ്ടാണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ കാരണം, ഏത് ക്വാണ്ടിറ്റി ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെ ഫിസിക്കൽ കോൺസ്റ്റൻസിൻ്റെ ടേംസിലായിരിക്കും വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ ആയിരിക്കും അത് കാണിക്കുന്നത്. സോ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ദേ വിൽ ബി ഗിവിംഗ് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻസ് ആൻഡ് ദർ ഡിഫ്ലക്ഷൻ. അതിൻ്റെ ഡിഫ്ലക്ഷനും ഫിസിക്കൽ കോൺസ്റ്റൻസും ഇത് രണ്ടിൻ്റെ ടേംസിലായിരിക്കും മെഷേർഡ് വാല്യൂ നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല മറ്റൊരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതാണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എക്സാമ്പിൾ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിനെ നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനാണ് ഈ ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റ്സിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. ഇനി സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ടു ഗീവ് ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. നമ്മൾ ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തായിരിക്കും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ആംപിയർ അവർ മീറ്റർ, വാട്ട് മീറ്റർ എക്സെട്ര. സോ അമ്മീറ്റർ സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ മില്ലി അമ്മീറ്റർ, മൈക്രോ അമ്മീറ്റർ ഒക്കെ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഗാൽവനോമീറ്ററും സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ആണ്. ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഈ പറയുന്നതിൽ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്. ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സിനെ കാലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടൊരു മീറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. സോ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. നെക്സ്റ്റ്, റേറ്റിംഗ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ ഈസ് ഇൻ. പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് എന്തിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. മൈക്രോ ഫാരഡ്, ഫാരഡ്, KVAR കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, കിലോ വോൾട്ട് ആംപിയർ. സാധാരണ കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് ഫാരഡിലായിരിക്കും. സോ മൈക്രോ ഫാരഡ്സിലും ഒക്കെ ആയിരിക്കും കപ്പാസിറ്റർ നമ്മൾ സാധാരണ കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ടാവുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ് ഏതിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കതൊന്ന് നോക്കാം. സോ പവർ ഫാക്ടർ കറക്ഷനായിട്ട് നമ്മൾ കപ്പാസിറ്റർ ബാങ്ക്സ് യൂസ് ചെയ്യുന്നു. കപ്പാസിറ്റർ ബാങ്ക്സ് പവർ ഫാക്ടർ കറക്ഷന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ബാങ്ക്സ് യൂഷ്വലി വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലായിരിക്കും റേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്രീക്വൻസി, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും ഫിക്സഡ് ആയിരിക്കും. ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും എപ്പോഴും ഫിക്സഡ് ആയിരിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി നമ്മൾ യൂഷ്വലി കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലായിരിക്കും സ്പെസിഫൈ ചെയ്യേണ്ടത്. സാധാരണ കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്, പക്ഷേ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജും ഫിക്സഡ് ആയിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലായിരിക്കുമല്ലോ നമ്മൾ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് കപ്പാസിറ്റർ ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കപ്പാസിറ്റി കിലോ വോൾട്ട് ആംപിയറിലായിരിക്കണം. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഫാരഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫാരഡ് നമ്മൾ kVARലായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അതിന് വേറൊന്നുമല്ല, കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. kVARൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പവർ ഫാക്ടർ കറക്ഷന് യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ബാങ്ക്സ് യൂഷ്വലി കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലായിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ റേറ്റിംഗ് ഓഫ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് കപ്പാസിറ്റർ കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവിലായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ട്രാൻസിസ്റ്റർ ഇസ് എ ഡാഷ് ഓപ്പറേറ്റഡ് ഡിവൈസ്. ട്രാൻസിസ്റ്റർ എന്ത് ഓപ്പറേറ്റഡ് ഡിവൈസ് എന്നാണ് ചോദിക്കുന്നത്? കറണ്ട്, വോൾട്ടേജ്, ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട്, നൺ ഓഫ് ദി അബവ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. സോ ഒരു പർട്ടിക്കുലർ എമിറ്റർ കറണ്ടിന് ബേസ് കറണ്ട് ആയിരിക്കും കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം ട്രാൻസിസ്റ്ററിൽ 3 ടെർമിനൽസ് ഉണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. സോ ഒരു പർട്ടിക്കുലർ എമിറ്റർ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ബേസ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ട് ആയിരിക്കും. സോ ഈ കളക്ടർ കറണ്ടിൻ്റെ ചേഞ്ച് ബേസ് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും. ബേസ് വോൾട്ടേജ് അല്ല, ബേസ് കറണ്ടുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ട്രാൻസിസ്റ്റർ എന്താണ്? കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്, കറണ്ട് ഓപ്പറേറ്റിംഗ് ഡിവൈസ് ആണ്. സോ ട്രാൻസിസ്റ്ററിൽ 3 ടെർമിനൽസ് ഉണ്ട്: എമിറ്റർ, കളക്ടർ ആൻഡ് ബേസ്. സോ ഒരു പർട്ടിക്കുലർ എമിറ്റർ കറണ്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ബേസ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ബേസ് കറണ്ടാണ്. ഒരു പർട്ടിക്കുലർ എമിറ്റർ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ബേസ് കറണ്ട് ആയിരിക്കും. സോ ഈ കളക്ടർ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ബേസ് കറണ്ടിനെ റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, കളക്ടർ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് ബേസ് കറണ്ടിനെ റിലേറ്റ് ചെയ്തായിരിക്കും വരുന്നത്. ഒരിക്കലും ബേസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, വോൾട്ടേജിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് കാരണം ട്രാൻസിസ്റ്റർ ഒരു കറണ്ട് ഓപ്പറേറ്റിംഗ് ഡിവൈസ് ആണ്. സോ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്. ഒരിക്കലും വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ടുമില്ല. കാരണം വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല, കറണ്ടിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, DC സപ്ലൈ ഈസ് ഇസെൻഷ്യൽ ഫോർ ദി ഓപ്പറേഷൻ ഓഫ്. അപ്പോൾ ഈ പറയുന്ന ലാമ്പുകളിൽ ഏതിലാണ് DC സപ്ലൈ യൂസ് ചെയ്യുന്നത്? മെർക്കുറി വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്. നമുക്കറിയാം മെർക്കുറി വേപ്പർ ലാമ്പിലും സോഡിയം വേപ്പർ ലാമ്പിലും ഫ്ലൂറസെൻ്റ് ലാമ്പിലും AC സപ്ലൈ ആണ്. ഈ 3 ലാമ്പും വർക്ക് ചെയ്യണമെങ്കിൽ AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ആർക്ക് ലാമ്പ് ആയിരിക്കണം ആൻസർ. DC സപ്ലൈ, ആർക്ക് ലാമ്പിൻ്റെ ഓപ്പറേഷനാണ് DC സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. ബാക്കി 3നും AC സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. Next, chatter in an AC relay magnet can be eliminated using laminator, shading coil, U-shaped magnetic core, matching fixed and movable magnetic links. അപ്പോൾ AC റിലേ മാഗ്നറ്റിൽ ചാറ്റർ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. സോ ഒരു AC പവേർഡ് കോയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൈനുസോയ്ഡൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ സൈനുസോയ്ഡൽ മാഗ്നറ്റിക് ഫീൽഡ്, ജനറേറ്റ് ചെയ്യപ്പെടുന്ന സൈനുസോയ്ഡൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ എപ്പോഴും ഓരോ സൈക്കിളിൽ 2 പ്രാവശ്യം വീതം ആ ഫോഴ്സ് 0യിലോട്ട് ഡ്രോപ്പ് ചെയ്യും. അതായത് ഓരോ സൈക്കിളിൽ 2 പ്രാവശ്യം, ഓരോ സൈക്കിളിൽ 2 പ്രാവശ്യം ആ ഫോഴ്സ് 0യിലോട്ട് ഡ്രോപ്പ് ചെയ്യും. സോ ഇത് കാരണം ഒരു പൾസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് നമ്മൾ ചാറ്റർ എന്ന് പറയും. കോണ്ടാക്ട്സിൽ ഒരു പൾസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ പൾസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് കോണ്ടാക്ടർ കോറിൽ നമ്മളൊരു ഷെയ്ഡിങ് റിംഗ് പ്ലേസ് ചെയ്യണം. എങ്കിലേ ഈ ഒരു പൾസേഷൻ അല്ലെങ്കിൽ ചാറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ
നമ്മൾ ഒരു AC പവേർഡ് കോയിൽ എടുക്കുകയാണെങ്കിൽ സൈനുസോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് AC പവേർഡ് കോയിൽസ് ജനറേറ്റ് ചെയ്യും. സോ ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സൈനുസോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ സൈക്കിളിലും 2 പ്രാവശ്യം വീതം 0 വാല്യൂയിലോട്ട് ഡ്രോപ്പ് ചെയ്യും. ഇത് കാരണം ഒരു പൾസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ പൾസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് കോണ്ടാക്ടർ കോറിൽ നമുക്കൊരു ഷേഡിംഗ് റിംഗ് പ്ലേസ് ചെയ്യാം. സോ ഷേഡിംഗ് റിംഗ് പ്ലേസ് ചെയ്യുമ്പോഴാണ് ആ പൾസേഷൻ അല്ലെങ്കിൽ ചാറ്റർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ചാറ്റർ ഇൻ AC റിലേ മാഗ്നറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ് യൂസിങ് ലാമിനേറ്റർ, ഷേഡിംഗ് കോയിൽ. അപ്പോൾ ഷേഡിംഗ് കോയിൽ യൂസ് ചെയ്താണ് ചാറ്റർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ഡീഗോസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ്. ഡീഗോസിംഗ് എന്തെന്നാണ് ചോദ്യം. റിമൂവിങ് ഗ്യാസസ് ഫ്രം എ മെറ്റീരിയൽ, റിമൂവിങ് ഇംപ്യൂരിറ്റീസ് ഫ്രം എ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഡീമാഗ്നറ്റൈസിങ് എ മെറ്റാലിക് പാർട്ട് ആൻഡ് ഡീമാഗ്നറ്റൈസിങ് എ മാഗ്നറ്റ്. സോ ഡീഗോസിംഗ് എന്താണെന്ന് നോക്കാം. ഡീഗോസിംഗ് എന്ന് പറയുന്നത് ഒരു റെമനന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീഗോസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിക്രീസിങ് ഓർ എലിമിനേറ്റിംഗ് എ റെമനന്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് 0 വാല്യൂയിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ, ഡീഗോസിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഡീഗോസിംഗ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ഡീഗോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അതിനെ ബയാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീഗോസിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ, അതായത് കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ഡീഗോസിംഗ് യൂസ് ചെയ്യുന്നു. അതുമാത്രമല്ല മാഗ്നറ്റിക് സ്റ്റോറേജിലുള്ള ഡേറ്റയെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് ഡീഗോസിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യാം. സോ ഡീഗോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെമനന്റ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിക്രീസ് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാനോ ആണ് ഡീഗോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീഗോസിംഗ് നമ്മളല്ലാണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യാനും മാഗ്നറ്റിക് സ്റ്റോറേജിലുള്ള ഡേറ്റയെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് ഡീഗോസിംഗ് യൂസ് ചെയ്യാം. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം ഒരിക്കലും നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് 0യിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഡീഗോസിംഗ് ഒരു കുഞ്ഞു ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫീൽഡിനെ ബയാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീഗോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഡീഗോസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഗ്യാസസ് ഫ്രം ദ മെറ്റീരിയൽ നിന്ന് ഗ്യാസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല. മാഗ്നറ്റിക് മെറ്റീരിയലിൽ നിന്ന് ഇമ്മ്യൂണിറ്റി റിമൂവ് ചെയ്യുന്നതല്ല. ഡീമാഗ്നറ്റൈസിങ് എ മെറ്റാലിക് പാർട്ട്, ഒരു മെറ്റാലിക് പാർട്ടിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നതാണ് ഡീഗോസിംഗ്. അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഡീഗോസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡീമാഗ്നറ്റൈസിങ് എ മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുകയല്ല, ഒരു മെറ്റാലിക് പാർട്ടിലുള്ള മാഗ്നറ്റിക് ഇഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഡീഗോസിംഗ്. ഓക്കെ.